ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവരുടെ ചെങ്ങന്നൂരിലെ വീട്ടിൽ ഇപ്പോൾ SIT പരിശോധന നടത്തുകയാണ്. അതേസമയം തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ റിമാൻഡിലായ തന്ത്രി കണ്ഠരര് രാജീവരെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാനുള്ള നീക്കവും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നുണ്ട്. കോടതിയിൽ തിങ്കളാഴ്ച അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ നൽകിയേക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം നടത്താനാണ് SITയുടെ നീക്കം. ഈ വീട്ടിൽ നടക്കുന്ന പരിശോധനയടക്കം അതിന്റെ ഭാഗമാണ് എന്നാണ് കരുതേണ്ടത്. ജയിലിൽ വെച്ച് ദേഹാസ്വാസ്ഥ്യമുണ്ടായതിനെ തുടർന്ന് തന്ത്രി കണ്ഠരര് രാജീവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഷഫീദ്, ഇത് ഈ അറസ്റ്റ് നടപടിയിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നത് വ്യക്തമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ, തെളിവ് ശേഖരണത്തിന്റെ അടിസ്ഥാനത്തിൽ, നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. ഈ ദേവന്റെ സ്വത്ത് സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വവും ബാധ്യതയും അത് തന്ത്രിക്കുമുണ്ട് എന്ന് SIT ചൂണ്ടിക്കാട്ടുന്നത് നമ്മൾ കണ്ടു. ഇനി കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുക എന്നതാണ് പ്രധാനം. അതിനുള്ള നീക്കങ്ങൾ അന്വേഷണ സംഘത്തിന്റെ ഇപ്പോൾ ചെങ്ങന്നൂരിലെ വീട്ടിൽ നടക്കുന്ന പരിശോധനയടക്കം എങ്ങനെ കാണണം ഷഫീദ് റാവുത്തർ? രജിത്ത്, ഈ ദേവന്റെ അനുജ്ഞമാകാതെയും താന്ത്രിക നടപടികൾ പാലിക്കാതെയുമാണ് പാളികൾ കൈമാറുന്നതെന്ന് തന്ത്രി കണ്ഠരര് രാജീവർ ദേവസ്വം ബോർഡിനെ അറിയിച്ചില്ലെന്നാണ് SIT റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. ക്ഷേത്രത്തിന്റെ ആചാരപരമായ കാര്യങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കേണ്ട തന്ത്രി സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുന്നത് തടഞ്ഞില്ലെന്നും SIT കണ്ടെത്തിയിരുന്നു. ദേവസ്വം മാനുവൽ പ്രകാരം വിലപിടിപ്പുള്ള വസ്തുക്കൾ ക്ഷേത്രത്തിന് പുറത്തു കൊണ്ടുപോകാൻ പാടില്ലെന്നും തന്ത്രിക്കറിയാം. എന്നാൽ ഈ ശ്രീകോവിൽ സ്വർണം പൂശുമ്പോൾ തന്ത്രിസ്ഥാനം വഹിച്ച കണ്ഠരര് രാജീവർക്ക് പാളികളിലും സ്വർണം പതിച്ചതാണെന്ന് വ്യക്തമായി അറിയാമായിരുന്നിട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് വിട്ടു നൽകിയതിൽ ദുരൂഹത ഉണ്ടെന്നാണ് SIT വിലയിരുത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തന്ത്രിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തിന്റെ ആഴം അതറിയാൻ കൂടുതൽ പരിശോധനയിലേക്ക് അന്വേഷണ സംഘം കടന്നത്. അറസ്റ്റിന് പിന്നാലെ തന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ നടത്തിയ സാമ്പത്തിക ഇടപാടടക്കമുള്ള കാര്യങ്ങളിൽ SIT ഇതിനോടകം തന്നെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് തന്ത്രിയുടെ വീട്ടിലെ SITയുടെ പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത്. ഏതായാലും വിശദമായ ചോദ്യം ചെയ്യലിന് തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകാനായിരുന്നു നിലവിൽ അന്വേഷണ സംഘം തീരുമാനിച്ചത്. എന്നാൽ തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലായിരുന്ന തന്ത്രി കണ്ഠരര് രാജീവർക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായതിനെ തുടർന്ന് ആദ്യം ജനറൽ ആശുപത്രിയിലേക്കും പിന്നീട് അവിടെ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കും മാറ്റി ഇപ്പോൾ നിരീക്ഷണത്തിൽ തുടരുകയാണ്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില അനുസരിച്ചായിരിക്കും ഇനി SIT ഇതുമായി ബന്ധപ്പെട്ട കസ്റ്റഡി അപേക്ഷ നൽകുക. അതേസമയം തന്ത്രിക്ക് പിന്നാലെ ഇനി ആരിലേക്കൊക്കെ അന്വേഷണം നീളും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ആകാംക്ഷയാണ്. റീജിത്ത്, ശരി, ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഇനി ആരിലേക്ക് അന്വേഷണം നീങ്ങുന്നു എന്നത് തന്നെയാണ് പ്രധാനം. എന്തായാലും ഇപ്പോൾ തന്ത്രി കണ്ഠരര് രാജീവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകുക എന്ന നീക്കത്തിലേക്കാണ് അന്വേഷണ സംഘം കടക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.